വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണപ്രതിപക്ഷ ബഹളം. ഭരണപക്ഷാംഗം UDF-നെ വിമർശിക്കാൻ അസഭ്യപദം ഉപയോഗിച്ചതാണ് പ്രതിപക്ഷത്തെ ചൂടിപ്പിച്ചത്. ബഹളം രൂക്ഷമായതോടെ കൗൺസിൽ യോഗം 5 മിനിറ്റ് നേരത്തേക്ക് നിർത്തിവെച്ചു. ഭരണപക്ഷ കൗൺസിലറോട് മേയർ വിശദീകരണവും തേടി. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ നടന്ന കോഴിക്കോട് കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ പാളയം പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റാനുള്ള നീക്കവും ചർച്ചയായിരുന്നു. കോർപ്പറേഷന്റെ ഈ നീക്കത്തെ UDF എതിർത്തു. എന്നാൽ തൊഴിലാളികളുടെ ആശങ്ക പരിഹരിച്ചാൽ പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതിനോട് യോജിക്കുമെന്ന് BJP കൗൺസിലർ T. റനീഷ് അറിയിച്ചു. ഇതിന് പിന്നാലെ CPIM കൗൺസിലർ CM ജംഷീർ ആയിരുന്നു സംസാരിച്ചത്. എന്തു വന്നാലും UDF അതിനെ എതിർക്കുകയാണെന്ന് പറഞ്ഞ ജംഷീർ UDF-നെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദമാണ് വിവാദമായത്. ഇതോടെ ജംഷീറിനെതിരെ UDF അംഗങ്ങൾ തിരിഞ്ഞു. അസഭ്യ പദപ്രയോഗം നടത്തിയ ജംഷീർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് KC ശോഭിതയുടെ നേതൃത്വത്തിൽ അവർ നടുത്തളത്തിലിറങ്ങി മേയർക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. ഇതോടെ ഭരണ പ്രതിപക്ഷ ബഹളം ഉടലെടുത്തു. പിന്നാലെ കൗൺസിൽ 5 മിനിറ്റ് നേരത്തേക്ക് നിർത്തിവെക്കുന്നതായി മേയർ പ്രഖ്യാപിച്ചു. യോഗം പുനരാരംഭിച്ചപ്പോൾ പോയിന്റ് ഓഫ് ഓർഡർ പുറപ്പെടുവിച്ച മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് ഭരണപക്ഷ അംഗത്തോട് വിശദീകരണം തേടി. താൻ ഒരു ഉദാഹരണമായാണ് പറഞ്ഞതെന്നും ആരെയും മോശമാക്കാൻ ലക്ഷ്യമിട്ടല്ല അതെന്നും പറഞ്ഞ ജംഷീർ ഖേദപ്രകടനം നടത്തി. അങ്ങനെ അവർക്ക് ഫീൽ ചെയ്തതിൽ എനിക്ക് പറ്റുന്നുണ്ട്. ആ വാക്ക് പിന്നെ അവർക്ക് വിഷമമായതുകൊണ്ട് തന്നെ ആ വാക്ക് ഞാൻ പിൻവലിക്കുകയാണ്. അൺപാർലമെന്ററി പദങ്ങൾ ആരും പ്രയോഗിക്കരുതെന്ന് പോയിന്റ് ഓഫ് ഓർഡർ പുറപ്പെടുവിച്ച മേയർ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാവാതിരുന്ന UDF നടപടിക്കെതിരെയും വിമർശനം ഉന്നയിച്ചു. തുടർന്ന് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള കാര്യം ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് വിശദീകരിച്ചു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ